സ്വതന്ത്രമായ അനുഭവഘട്ടമാണ് സ്വപ്നം. പുറമേയും സ്ഥൂല ശരീരമൊന്നും കാണാനില്ല. നമ്മുടെ സൂക്ഷ്മ ശരീരം ഉള്ളിൽ ദേശകാലങ്ങൾ ഉൾപ്പെടെ ഒരു പുതിയ പ്രപഞ്ചത്തെ ഉണ്ടാക്കി അനുഭവിക്കുന്നു. ഇതെങ്ങനെ, എന്തിന് എന്നൊന്നും ചോദിക്കരുത്. ഒക്കെ മായ ഭ്രമം. എത്ര ചോദിച്ചാലും പിടികിട്ടില്ല ആർക്കും. അപ്പൊ സൂക്ഷ്മ ശരീരത്തിന്റെ സ്വതന്ത്ര പ്രവർത്തനമാണ് സ്വപ്നം. അത് കഴിഞ്ഞ് കുറെ കൂടെ കട്ടിപിടിച്ചത് സ്ഥൂല ശരീരം, മാംസാസ്ഥിമയമായ നമ്മുടെ ശരീരം. അതുപോലെ ഓരോ ജീവികൾക്കും, വൃക്ഷലതാദികൾക്ക് പോലും അതതിന്റെ ശരീരം. ആ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് പുറമേയുള്ള ജഗത്തിനെ അനുഭവിക്കുന്നു. ഇതാണ് ജാഗ്രത അവസ്ഥ, ഉണർന്നിരിക്കുമ്പോഴുള്ള അനുഭവാവസ്ഥ. അപ്പോൾ സ്ഥൂല ശരീരത്തിന്റെ അനുഭവാവസ്ഥയാണ് ജാഗ്രത. സൂക്ഷ്മ ശരീരത്തിന്റെ സ്വതന്ത്ര അനുഭവഘട്ടമാണ് സ്വപ്നം. കാരണശരീരത്തിന്റെ സ്വതന്ത്ര അനുഭവഘട്ടമാണ് ഗാഠനിദ്ര, സുഷുപ്തി. ഈ മൂന്ന് ശരീരങ്ങളെയും ഒഴിച്ചുമാറ്റാമെങ്കിൽ എന്ത് ശേഷിക്കും? ബാക്കി ശുദ്ധബോധം ശേഷിക്കും. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. ഒരാൾ ഒന്നിന് മുകളിൽ ഒന്നായി 3 ഉടുപ്പ് ഇട്ടിരിക്കുന്നു. അതുകൊണ്ട് അയാളുടെ യഥാർത്ഥ രൂപം തെളിയുന്നില്ല. അയാൾ ആ 3 ഉടുപ്പും എടുത്തു മാറ്റുകയാണെങ്കിൽ അയാളുടെ യഥാർത്ഥ രൂപം തെളിയും. ശരീരം മാറുന്നതൊക്കെ വെറും വസ്ത്രം മാറും പോലെ എന്നല്ലേ കൃഷ്ണനും പറയുന്നത്?